ബയോ ഇനോർഗാനിക് കെമിസ്ട്രി ആണ് പഠിക്കാൻ പോകുന്നത്. ബയോ ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ സാധാരണ ഇനോർഗാനിക് കെമിസ്ട്രി ബയോളജിയിൽ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ബയോ ഇനോർഗാനിക് കെമിസ്ട്രി വെച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ബയോ ഇനോർഗാനിക് കെമിസ്ട്രി മീൻസ് ഇനോർഗാനിക് കെമിസ്ട്രി ഇൻ ബയോളജി. ഓക്കെ, ബയോ ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനോർഗാനിക് കെമിസ്ട്രി ബയോളജിയിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ അറിയേണ്ട ഒരു കാര്യമാണ് പോർഫൈറിൻ എന്താണെന്നുള്ളത്. ഓക്കെ, പോർഫൈറിൻ എന്താണ്? പോർഫൈറിൻ എന്ന് പറയുന്ന റിംഗ് ലൈക്ക് സ്ട്രക്ചറാണ് പോർഫൈറിൻ എന്ന് പറയുന്നത്. പോർഫൈറിൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. സോ ആദ്യം തന്നെ പോർഫൈറിൻ്റെ സ്ട്രക്ചർ ഞാൻ വരയ്ക്കാം. ഒരു 5 മെമ്പേർഡ് റിംഗ് ഉണ്ടാവും, നൈട്രജൻ ഉള്ള 5 മെമ്പേർഡ് റിംഗ്, ഹൈഡ്രോസൈക്ലിക് റിംഗ്. ഓക്കെ, സാധാരണ നമ്മൾ പൈറോൾ എന്നൊക്കെ പറയാറുണ്ട്. സോ 4 നൈട്രജൻ കണ്ടെയ്നിങ് 5 മെമ്പേർഡ് റിംഗ് വരക്കാം. പിന്നെ ഇതൊരു കാർബൺ വെച്ചിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഓരോന്നും കാർബൺ വെച്ചിട്ട് കണക്ട് ചെയ്യാം. നെക്സ്റ്റ് എന്ത് ചെയ്യുക? ഡബിൾ ബോണ്ട് ഇടുക. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ആൾട്ടർനേറ്റിംഗ് ആയിട്ട് ഡബിൾ ബോണ്ട് ഇടാം. ഇവിടെ നെക്സ്റ്റ് ഇവിടെ ഇല്ല, ഇവിടെ ഇവിടെ ഇല്ല, ഇവിടെ ഇവിടെ ഇല്ല, ഇവിടെ ഇവിടെ ഇല്ല, ഇവിടെ ഓക്കെ. ആൾട്ടർനേറ്റീവ് ആയിട്ട് ഡബിൾ ബോണ്ട് ഇടാം. നെക്സ്റ്റ് ഇവിടെയും ഇവിടെയും ഹൈഡ്രജൻ. ഓക്കെ, കാരണം ഇവിടെ ഡബിൾ ബോണ്ടിങ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇവിടെ ഹൈഡ്രജൻ ഇടാം. ഈ നൈട്രജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. നൈട്രജൻ്റെ അടുത്ത് തന്നെ ഇടാം ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ഇതാണ് പോർഫൈറിൻ റിംഗിന്റെ സ്ട്രക്ചർ വരുന്നത്. അതായത് 5 മെമ്പേർഡ് നൈട്രജൻ കണ്ടെയ്നിങ് 5 മെമ്പേർഡ് റിംഗ് കാർബണായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു റിംഗ്. ഇതിനാണ് പോർഫൈറിൻ റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോർഫൈറിൻ റിംഗിന് 3 ടൈപ്സ് ഓഫ് പൊസിഷൻസ് ഉണ്ട്. ആ 3 ടൈപ്സ് ഓഫ് പൊസിഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ആൽഫ പൊസിഷൻ, ബീറ്റ പൊസിഷൻ, മീസോ പൊസിഷൻ. ഇങ്ങനെ 3 പൊസിഷൻസ് ആണ് ഉള്ളത്. ആൽഫ, ബീറ്റ ആൻഡ് മീസോ പൊസിഷൻ. അതിൽ ആൽഫ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആദ്യം നമ്മൾ നമ്പർ ഇടാം. ഓക്കെ, നമ്പർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് 5 ആണ്, ഈ ബ്രിഡ്ജ് കാർബൺ 5 ആണ്, ഇത് 10 ആണ്, ഇത് 15 ആണ്, ഇത് 20 ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ബ്രിഡ്ജിങ് കാർബണിൽ ആദ്യം നമ്പർ ഇട്ട് നോക്കുക. 5, 10, 15, 20. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള നമ്പർ വരും. അതായത് ഇത് 1 ആണ്, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഓക്കെ, സോ ബ്രിഡ്ജിങ് കാർബണിൻ്റെ നമ്പർ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. 5, 10, 15, 20. പിന്നെ ബാക്കി നമ്പർ നമുക്ക് കറക്റ്റായിട്ട് ഇടാൻ പറ്റും. ഇവിടെ നിന്നാണ് നമ്പർ 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. കാർബണിൻ്റെ നമ്പറാണ് എന്നാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത്, നമ്പർ ഇട്ട് വെച്ചത്. ഓക്കെ, നെക്സ്റ്റ് ആൽഫ പൊസിഷൻ, ബീറ്റ പൊസിഷൻ, മീസോ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ആൽഫ പൊസിഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് കാർബൺ വിച്ച് ഇസ് ഡയറക്ട്ലി ബോണ്ട് ടു നൈട്രജൻ ആറ്റം. നൈട്രജൻ ആറ്റമായിട്ട് ഡയറക്ട്ലി ബോണ്ട് ചെയ്തിരിക്കുന്ന കാർബൺ ഏതാണോ അതിൻ്റെ നമ്പറാണ് ഈ ആൽഫ പൊസിഷനിൽ വരിക. ഓക്കെ, അതാണ് ആൽഫ പൊസിഷൻ. അപ്പോൾ ഇത് ഈ ഫസ്റ്റ് കാർബൺ നമ്പർ 1 കാർബൺ എന്ത് ചെയ്യുന്നുണ്ട്, നൈട്രജനായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. ഓക്കെ, സിംഗിൾ ബോണ്ട് ആണ്, ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. സോ ആൽഫ പൊസിഷൻ 1 ആണ്. പിന്നെ ഏതാണ് വരുന്നത്, പിന്നെ നൈട്രജനായിട്ട് ഡയറക്റ്റ് കണക്ഷൻ വരുന്നത് 4 ആണ്. ഓക്കെ, ഇപ്പോൾ 1, 4, പിന്നെ ഇവിടെ 6, 9 ഇതാ നൈട്രജനായിട്ട് ഡയറക്റ്റ് കണക്ഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ 1, 4, 6, 9 ഞാൻ നോക്കി എഴുതുവാണ്. 11, 14, 16, 10. അപ്പോൾ അത് കറക്റ്റ് മനസ്സിലാവും നിങ്ങൾക്ക്. ഇപ്പോൾ 1, 4, 6, 9, 11, 14, 16, 19. ഓക്കെ, 10 അല്ല 19 ആണ്. ഓക്കെ, 16, 19. ഓക്കെ, സോ ഈ നൈട്രജനായിട്ട് ഡയറക്റ്റ് കണക്ഷൻ വരുന്ന കാർബൺ ആറ്റത്തിനാണ് നമ്മൾ ആൽഫ പൊസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബീറ്റ പൊസിഷൻ. ബീറ്റ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ആൽഫ പൊസിഷന്റെ ഇടയിൽ വരുന്ന നമ്പേഴ്സ് ആണ് ബീറ്റ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് വരും ബീറ്റയിൽ? 2, 3, പിന്നെ ഇവിടെ 7, 8, പിന്നെ ഇവിടെ 12, 13, പിന്നെ ഇവിടെ 18, 17, 18. ഓക്കെ, നെക്സ്റ്റ് മീസോ പൊസിഷൻ അപ്പോൾ എന്തായിരിക്കും? നമ്മുടെ ഈ ബ്രിഡ്ജിങ് കാർബൺ 5, 10, 15, 20. 5, 10, 15, 20. ഇതാണ് എന്ത്
ബ്രിഡ്ജിങ് കാർബൺസിൽ. അപ്പോൾ മീസോ പൊസിഷൻ, ബീറ്റാ പൊസിഷൻ, ആൽഫ പൊസിഷൻ, ഒരു പോർഫൈറിംഗ് റിങ്ങിൻ്റെ ഈ പൊസിഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. സോ പോർഫൈറിംഗ് റിങ്ങിൻ്റെ സ്ട്രക്ചർ നമുക്കറിയണം, അതിനകത്ത് പൊസിഷൻസ് നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ്, ഒരു പോർഫൈറിംഗ് റിങ്ങിനകത്ത് എത്ര പൈ ബോൺസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് എണ്ണാൻ പറ്റും. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. 1 2 3 4 5 6 7 8 9 10 11. സോ 11 പൈ ബോൺസ് ആണ് എന്തുള്ളത്, പൈ ബോൺസ് 11 ആണ്. 11 പൈ ബോൺസ് ആണ് ഒരു പോർഫൈറിംഗ് റിങ്ങിനകത്തുള്ളത്. അപ്പോൾ ഒരു പോർഫൈറിംഗ് റിങ്ങിന്റെ സ്ട്രക്ചർ, അതിന്റെ 3 പൊസിഷൻസ്, അതിനകത്ത് എത്ര പൈ ബോൺസ് ഉണ്ട്, അതുപോലെ എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. എത്ര പൈ, നമ്പർ ഓഫ് പൈ ഇലക്ട്രോൺസ് ഇൻ ദി പോർഫൈറിംഗ് റിംഗ്. അപ്പോൾ നമ്മൾ 11 പൈ ബോണ്ടാണ്, 11 × 2 22 പൈ ഇലക്ട്രോൺസ് ആണ് എന്ന് നമ്മൾ പറയും. ബട്ട് പൈ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡീലോക്കലൈസ്ഡ് ആണ്. അപ്പോൾ ഇതിന്റെ ആരോമാറ്റിസിറ്റിയിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ എന്ത് ചെയ്യും, പൈ ഇലക്ട്രോൺസ് ആയിട്ടല്ലേ കണക്കാക്കുക, അല്ലേ? അപ്പോൾ ഇതിന്റെ ആരോമാറ്റിസിറ്റിയിൽ പങ്കെടുക്കുന്ന, ഇതിലെ കോൺജുഗേഷന്റെ പാർട്ടായിട്ട് വരുന്ന 2 ഇലക്ട്രോൺസ് കൂടി ഉണ്ട്. നൈട്രജന്റെ ഒരു പെയറും ഇവിടെ ഒരു പെയറും കൂടി ഉണ്ട്. ഇതും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ആരോമാറ്റിസിറ്റിയിൽ കോൺജുഗേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഈ നൈട്രജന്റെ ഒരു പെയറില്ലേ, അത് ഇങ്ങോട്ട് വരും, പിന്നെ ഇങ്ങോട്ട് പോകും. അങ്ങനെ ഈ കോൺജുഗേഷന്റെ പാർട്ടായിട്ട്, ആരോമാറ്റിസിറ്റിന്റെ പാർട്ടിൽ തന്നെ ആരുണ്ട്, ഈ 2 ഇലക്ട്രോൺസ് കൂടി ഉണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് 5 ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് പൈ ബോൺസ് എത്രയുണ്ട്, 11 × 2 പ്ലസ് എത്ര പൈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നമുക്ക്. ഓക്കെ, ഈ ഇലക്ട്രോൺസ് എത്രയുണ്ട്, ബോണ്ടിങ്ങിൽ ഏർപ്പെടാത്ത ഇലക്ട്രോൺസ് 1 2 3 4 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ടോട്ടൽ 26 ഇലക്ട്രോൺസ്, 26 പൈ ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, 26 പൈ ഇലക്ട്രോൺസ്. ഇതിനകത്ത് ടോട്ടൽ കോൺജുഗേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 26 ആണ്. 11 പൈ ബോൺസും പിന്നെ ബാക്കി നൈട്രജന്റെ മുകളിലുള്ള 2 പെയർ ഇലക്ട്രോൺസും. ഓക്കെ, സോ അത്രയാണ് പോർഫൈറിംഗിന്റെ സ്ട്രക്ചർ വെച്ചിട്ട് പറയാനുള്ളത്. ഇനി പറയാനുള്ളത് പോർഫൈറിംഗ് റിങ്ങും മെറ്റലും തമ്മിൽ ഉണ്ടാവുന്ന കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, പോർഫൈറിംഗ് റിങ്ങും അയണും ആണ്. മീൻസ് ഇപ്പം അയൺ ഇതിന്റെ സെന്ററിൽ വന്ന് നിൽക്കുക എന്ന് വിചാരിക്കുക, പോർഫൈറിംഗ് റിങ്ങിന്റെ. ഓക്കെ, അയൺ ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യാണ് സെന്ററിൽ, ഇതിന്റെ ഈ റിങ്ങിന്റെ സെന്ററിൽ അയണുമായിട്ട് ഒരു മെറ്റൽ കോംപ്ലക്സ്. അപ്പോൾ പോർഫൈറിംഗ് പ്ലസ് അയൺ ആണെങ്കിൽ നമ്മളതിനെ ഹീമോഗ്ലോബിൻ എന്ന് വിളിക്കും. അപ്പോൾ അയൺ എന്ന മെറ്റല് പോർഫൈറിംഗ് റിങ്ങുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഹീമോഗ്ലോബിൻ എന്ന് വിളിക്കും. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻട്രൽ മെറ്റൽ ആറ്റം അയൺ ആണ്. നമുക്കറിയാം അല്ലേ, ഹീമോഗ്ലോബിൻ അകത്ത് അയൺ ഉണ്ട്, നമ്മൾ അയൺ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നുണ്ട് അല്ലേ, നമ്മൾ HB കൗണ്ട് ചെയ്യുന്നതൊക്കെ അങ്ങനെയല്ലേ. അപ്പോൾ ഹീമോഗ്ലോബിനകത്ത് അയൺ ആണ് മെറ്റലായിട്ടുള്ളത്. പിന്നെ അതൊരു പോർഫൈറിംഗ് റിംഗ് ആണ് ഇതിന്റെ ലിഗാൻഡ് സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ പോർഫൈറിംഗ് റിംഗ് പ്ലസ് അയൺ ആണ് നമ്മൾ പറയുന്ന ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോർഫൈറിംഗ് റിംഗ് പറഞ്ഞു. അതുപോലെ തന്നെ 2 റിങ്ങും കൂടി പഠിക്കാനുണ്ട്. ഒന്ന് ക്ലോറിൻ റിങ്ങും അതുപോലെ കോറിൻ റിങ്ങും. ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി, ക്ലോറിൻ റിംഗ് ആൻഡ് കോറിൻ റിംഗ്. ഓക്കെ, കോറിനും ക്ലോറിനും. സോ ഇതിനകത്ത് ഡിഫറൻസ് എന്താ വെച്ചാൽ നമ്മൾ പോർഫൈറിംഗ് റിങ്ങിന്റെ അതേ സ്ട്രക്ചർ ആണ്. ക്ലോറിൻ റിംഗ് എന്ന് പറയുമ്പോൾ ഒരു പൊസിഷൻ ഹൈഡ്രേറ്റഡ് ആവും, അതായത് 2 പൊസിഷൻസ്, 2 കാർബൺ ഹൈഡ്രേറ്റഡ് ആയിട്ട് മാറും, ഹൈഡ്രജനേഷൻ നടക്കും. അതായത് ഈ ഡബിൾ ബോണ്ട്, ഇപ്പോൾ ഇവിടെ ഓൾറെഡി പോർഫൈറിന്റെ കേസിൽ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഏതെങ്കിലും ഒരു പൊസിഷനിലുള്ള ഡബിൾ ബോണ്ട്, 2 പൊസിഷനിലുള്ള, മീൻസ് ഒരു പൊസിഷനിലുള്ള ഡബിൾ ബോണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ 2 പൊസിഷനിലുള്ള കാർബൺ ഹൈഡ്രജനേഷൻ നടക്കും. അപ്പോൾ ഹൈഡ്രജന്റെ അഡീഷൻ നടക്കും 2 കാർബണിൽ തൊട്ടടുത്തുള്ള. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും, ഇവിടുന്ന് പോകും. ഇതാണ് മീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 കാർബണിൽ ഹൈഡ്രജനേഷൻ സംഭവിച്ചിട്ട് അവിടെ ബോണ്ടിങ് ഇല്ലാണ്ടാവും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ക്ലോറിൻ റിംഗ് എന്ന് പറയാം, ക്ലോറിൻ റിംഗ്. ഓക്കെ, ക്ലോറിൻ റിംഗും മെഗ്നീഷ്യവും കൂടിയിട്ടുള്ള, ഇപ്പൊ ഇതിന്റെ ഈ ക്ലോറിൻ റിംഗിന്റെ കൂടെ മെഗ്നീഷ്യം ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഇത് വിളിക്കാം ക്ലോറോഫിൽ എന്ന് വിളിക്കാം. സാധാരണ നമ്മുടെ ചെടിയിലൊക്കെ കാണുന്ന ക്ലോറോഫിലിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരിക, ഈ ക്ലോറിൻ റിംഗ് ഉണ്ടല്ലോ, ക്ലോറിൻ റിംഗ് പ്ലസ് മെഗ്നീഷ്യം, അതാണ് ഇത് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു പോർഫൈറിൻ റിംഗ് പ്ലസ് അയൺ ആണ് ഹീമോഗ്ലോബിൻ, ക്ലോറിൻ റിംഗ് പ്ലസ് മെഗ്നീഷ്യം ആണ് ക്ലോറോഫിൽ. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ളത്, ഇപ്പൊ ഇത് നോക്ക് നിങ്ങൾ, ഇപ്പൊ നമ്മള് ആരോമാറ്റിസിറ്റി പറയാൻ വിചാരിക്കാം, ആരോമാറ്റിസിറ്റിന്റെ ഓർഡർ. ബെൻസീനും പോർഫൈറിൻ റിംഗും വെച്ച് നോക്കുമ്പോൾ ബെൻസീൻ ആണ് ഹൈലി ആരോമാറ്റിക്. ഓക്കെ, ബെൻസീൻ തന്നെയാണ് ആരോമാറ്റിക്. അത് കഴിഞ്ഞാൽ പോർഫൈറിൻ ആണ് ആരോമാറ്റിക്. കാരണം എന്താണ്, കുറെ പൈ ഇലക്ട്രോൺസ് ഉണ്ട്, കോൺജുഗേഷൻ ഉണ്ട്, അപ്പോൾ ആരോമാറ്റിസിറ്റി കൂടും പോർഫൈറിന്. അത് കഴിഞ്ഞാൽ
ക്ലോറിൻ റിങ്ങിന്റെയും പോർഫൈറിൻ റിങ്ങിന്റെയും സ്ട്രക്ചർ നോക്ക്. ക്ലോറിൻ റിങ് കോഞ്ചുഗേറ്റഡ് ആണ്. ഒറ്റ വ്യത്യാസമുള്ളൂ, ഇവിടെ രണ്ടിടയ്ക്കും എന്തില്ല, അവിടെ എന്തില്ല, കോഞ്ചുഗേഷൻ ഇല്ല, പൈ ബോണ്ട് ഇല്ല. സോ ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ കോഞ്ചുഗേഷൻ ഉണ്ടാവില്ല. സോ ആരോമാറ്റിസിറ്റി പോർഫൈറിനേക്കാളും എന്തായിരിക്കും, കുറവായിരിക്കും ക്ലോറിൻ റിങ്ങിന്റെ കേസിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വരയ്ക്കാനുള്ളത് കോറിൻ റിംഗ് ആണ്. കോറിൻ റിങ്ങിന്റെ സ്ട്രക്ചർ ആണ് ഇനി വരയ്ക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ കോറിൻ റിങ്ങിന്റെ സ്ട്രക്ചർ ഞാൻ കംപ്ലീറ്റ് മാറ്റിയിട്ട് നോക്കി വരക്കാം. കോറിൻ റിങ്ങിന്റെ കേസിൽ ഒരു മീസോ പൊസിഷൻ മിസ്സിംഗ് ആയിരിക്കും. ഒരു മീസോ പൊസിഷൻ നമ്മൾ നേരത്തെ വരച്ച് കാണിച്ചില്ലേ, ഒരു ബ്രിഡ്ജ്, അതെന്തായിരിക്കും, മിസ്സിംഗ് ആയിരിക്കും. ആ സ്ട്രക്ചർ ഞാൻ വരക്കാം. നൈട്രജൻ, ഇവിടെ എത്തുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ വരക്കാറുള്ളത് പോർഫൈറിന്റെ കേസിൽ ഈ മീസോ പൊസിഷൻ മിസ്സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഒറ്റൊരു വര മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം ഇവിടുത്തെ കാർബൺ എന്താണ്, മിസ്സിംഗ് ആണ്. ഇവിടെ ഒറ്റൊരു വര മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ കോഞ്ചുഗേഷൻ വരക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു കോഞ്ചുഗേഷൻ, ഇവിടെ ഒരു കോഞ്ചുഗേഷൻ, ഇവിടെ ഒരു കോഞ്ചുഗേഷൻ, ഇവിടെ ഒരു കോഞ്ചുഗേഷൻ, ഇവിടെ വരണം, ഇവിടെ വരണം, ബാക്കിയൊക്കെ മിസ്സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എത്ര പൈ ബോണ്ട് ഉണ്ട്, 1 2 3 4 5 6 6 പൈ ബോണ്ട്സ് ആണുള്ളത്. ഇതിനാണ് നമ്മൾ കോറിൻ റിംഗ് എന്ന് പറയുന്നത്. കോറിൻ റിംഗ്. ഓക്കെ, കോറിൻ റിംഗ് എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് പോർഫൈറിനേക്കാൾ. കാരണം 11 പൈ ബോണ്ടാണ് എവിടെ ഉണ്ടായത്, പോർഫൈറിൽ ഉണ്ടായത്. പക്ഷെ ഇവിടെ 6 പൈ ബോണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു മീസോ പൊസിഷൻ മിസ്സിംഗും ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിഫറൻസ് ഉണ്ട് കോറിൻ റിംഗ്. അപ്പോൾ ഇതിന്റെ ആരോമാറ്റിസിറ്റി എന്തായാലും എന്തായിരിക്കും, ഇതിനേക്കാളും കുറവായിരിക്കും. കാരണം ഇതിന്റെ കോഞ്ചുഗേഷൻ ഭയങ്കര കുറവാണ്, പൈ ഇലക്ട്രോൺസ് ഒക്കെ കുറവാണ്. അപ്പോൾ ആരോമാറ്റിസിറ്റിന്റെ ഓർഡർ ബെൻസീൻ തന്നെയാണ് ഹൈലി ആരോമാറ്റിക്. അത് കഴിഞ്ഞാൽ പോർഫൈറിനാണ്. ബെൻസീനെ കമ്പയർ ചെയ്യുമ്പോൾ ബെൻസീൻ കഴിഞ്ഞാൽ പോർഫൈറിനാണ്, അത് കഴിഞ്ഞാൽ ക്ലോറിൻ റിംഗ്, പിന്നെ കോറിൻ റിംഗ്. ഓക്കെ, കാരണം പൈ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറഞ്ഞ് കോഞ്ചുഗേഷനൊക്കെ കുറഞ്ഞ് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു പോർഫൈറിനും അയണും കൂടിയ ഹീമോഗ്ലോബിൻ ആണ്, ക്ലോറിൻ റിംഗും മെഗ്നീഷ്യം കൂടിയ ക്ലോറോഫിലാണ്, അതുപോലെ കോറിൻ റിംഗും കൊബാൾട്ടും കൂടിയാൽ വിറ്റാമിൻ B12 എന്ന കോമ്പൗണ്ടാണ് ഉണ്ടാകുന്നത്. വിറ്റാമിൻ B12 നമ്മുടെ ശരീരത്തിലൊക്കെ ആവശ്യമുള്ളതാണ് വിറ്റാമിൻ B12 എന്ന് പറയുന്നത്. അപ്പോൾ വിറ്റാമിൻ B12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറിൻ റിംഗ് പ്ലസ് കൊബാൾട്ട് എന്ന മെറ്റൽ ചേർന്നതാണ് വിറ്റാമിൻ B12 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഓക്സിജൻ ട്രാൻസ്പോർട്ടിൽ യൂസ് ചെയ്യുന്നത്, സാധാരണ ഓക്സിജൻ ട്രാൻസ്പോർട്ടും സ്റ്റോറേജിനൊക്കെ യൂസ് ചെയ്യുന്നത് ഹീം പ്രോട്ടീൻസും അതുപോലെ നോൺ ഹീം പ്രോട്ടീൻസും ഉണ്ട്. ഓക്കെ, ഹീം പ്രോട്ടീൻസും നോൺ ഹീം പ്രോട്ടീൻസും ഉണ്ട്. സോ ഹീം പ്രോട്ടീനും നോൺ ഹീം പ്രോട്ടീനും. ഹീം ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർഫൈറിൻ റിംഗ് ഉള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ ഹീം ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പോർഫൈറിൻ റിംഗ് അയണുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ ഹീം ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പോർഫൈറിൻ റിംഗ് വിത്ത് അയൺ. ഓക്കെ, ഹീം ഗ്രൂപ്പ് ഹീമോഗ്ലോബിൻ്റെ ഗ്രൂപ്പ് തന്നെയാണ്. ഓക്കെ, ഹീം ഗ്രൂപ്പ്. ഓക്കെ, സോ ഹീം ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീം പ്രോട്ടീൻസിൽ വരുന്നത് 2 എണ്ണമാണ് ഉള്ളത്, ഹീമോഗ്ലോബിൻ ആൻഡ് മയോഗ്ലോബിൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡയോക്സിജൻ മാനേജ്മെന്റ്, അതായത് ഓക്സിജന്റെ ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ്, അതുപോലെ ഓക്സിജനുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ബയോളജിക്കൽ സിസ്റ്റംസ് ആണ് നമുക്ക് ഉള്ളതെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ മെയിൻലി നമുക്ക് ഹീം പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോർഫൈറിൻ റിംഗും വിത്ത് അയൺ ഉള്ളതാണ് ഹീം പ്രോട്ടീൻസ്. ഓക്കെ, സോ ഹീം പ്രോട്ടീനിൽ വരുന്നതാണ് ഹീമോഗ്ലോബിൻ ആൻഡ് മയോഗ്ലോബിൻ. ഓക്കെ, ഹീമോഗ്ലോബിൻ യൂസ് ചെയ്യുന്നത് ഓക്സിജൻ ട്രാൻസ്പോർട്ടിനാണ്, നമുക്കറിയാം അല്ലേ. ഓക്സിജൻ ട്രാൻസ്പോർട്ടിന് ഹീമിനകത്താണ് എന്തെങ്കിലും ഓക്സിജൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഹീമോഗ്ലോബിനകത്ത് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു, മയോഗ്ലോബിനകത്ത് ഓക്സിജൻ സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മയോഗ്ലോബിനിൽ ഓക്സിജൻ സ്റ്റോർ ചെയ്യപ്പെടുന്നു, ഹീമോഗ്ലോബിനിൽ ഓക്സിജൻ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. നെക്സ്റ്റ് ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ. നോൺ ഹീം പ്രോട്ടീൻ ആണ് ഹീം എറിത്രിൻ ആൻഡ് ഹീമോസയാനിൻ. ഓക്കെ, ഹീമോസയാനിൻ, ഹീം എറിത്രിൻ, ഇത്രയാണ് ഹീം എറിത്രിൻ, ഹീമോസയാനിൻ. വേണ്ട.
ഹീമോ സയാനിൻ, ഹീം എറിത്രിൻ. ഓക്കെ, സോ ഇത്രയാണ് ഹീം പ്രോട്ടീനിൽ ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ. നോൺ ഹീം പ്രോട്ടീനിലാണ് ഹീം എറിത്രിൻ, ഹീമോസയാനിൻ വരുന്നത്. ഇപ്പോൾ ഇതൊക്കെയും ഡയോക്സിജൻ മാനേജ്മെന്റ്, ഓക്സിജൻ മീൻസ് ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ്, ഇതിനൊക്കെയാണ് മാമൽസിലൊക്കെ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട്സ്. ഓക്കെ, ബയോളജിക്കൽ കോമ്പൗണ്ട്സ്. സോ ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം, ഹീം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പോർഫൈറിൻ റിങ്ങും അയണും. നോൺ ഹീം പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഇത് ഉണ്ടാവില്ല, ഈ പോർഫൈറിൻ റിങ് ഉണ്ടാവില്ല. ഓക്കെ, അയൺ ഉണ്ടാവും, പക്ഷെ പോർഫൈറിൻ റിങ്ങിനോടുകൂടിയുള്ള ആ ഒരു സ്ട്രക്ചർ അല്ല ഉണ്ടാവും. അതുകൊണ്ട് നമ്മളതിനെ നോൺ ഹീം പ്രോട്ടീൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഹീമോഗ്ലോബിൻ എന്താണെന്ന് നമ്മളൊക്കെ പറഞ്ഞുതരാം. ഹീമോഗ്ലോബിൻ ഈസ് എ ടെട്രാമർ ഓഫ് മയോഗ്ലോബിൻ. 4 മയോഗ്ലോബിൻ കൂടിയതാണ് ഒരു ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പോൾ 4 മയോഗ്ലോബിൻ കൂടിയതാണ് ഒരു ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മയോഗ്ലോബിൻ സ്ട്രക്ചർ നമുക്കറിയാം. ഒരു മയോഗ്ലോബിൻ ഓക്സിജൻ സ്റ്റോറേജിന് യൂസ് ചെയ്യും. അതിന് 4 മയോഗ്ലോബിൻ കൂടിയതാണ് ഒരു ഹീമോഗ്ലോബിൻ. അതിൻ്റെ ടെട്രാമർ ആണ്. ഇതാണ് ഇതിന് ഓക്സിജൻ ട്രാൻസ്പോർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹീമോഗ്ലോബിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഹീമോഗ്ലോബിൻ HB എന്നാണ് നമ്മൾ പറയാനുള്ളത്. അപ്പൊ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ഇൻ മാമൽസ്. പോയിന്റ്സ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്സിജൻ ട്രാൻസ്പോർട്ട് ഇൻ മാമൽസ്. മാമൽസിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ടിന് യൂസ് ചെയ്യുന്നത് എന്താണ്? ഹീമോഗ്ലോബിൻ ആണ്. സോ ഓക്സിജൻ ട്രാൻസ്പോർട്ടിന് വേണ്ടി മാമൽസിൽ യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് Fe2 ഹീം പ്രോട്ടീൻ ആണ് ഇത്. ഓക്കെ, Fe2 ഹീം പ്രോട്ടീൻ, അതായത് ഹീമോഗ്ലോബിൻ Fe2 അയൺ 2 സ്ട്രക്ചർ മീൻസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2ലാണ് ഉണ്ടാവുക. Fe2 സ്റ്റേറ്റിലാണ് ഉണ്ടാവുക, പ്ലസ് ഹീം പ്രോട്ടീൻ. ഓക്കെ, കണ്ടെയ്ൻസ് 4 ഹീം യൂണിറ്റ്സ്. 4 ഹീം യൂണിറ്റ്സ് ഉണ്ട് ഒരു ഹീമോഗ്ലോബിൻ. അതുപോലെ 4 ഹീം യൂണിറ്റ് ഉണ്ട്. ഓക്കെ, ആൽഫ ബീറ്റ, 2 ആൽഫ 2 ബീറ്റ ഹീം യൂണിറ്റ് ഉണ്ട്. അതൊക്കെ വേണമെന്നില്ല. നെക്സ്റ്റ് ഡിയോക്സി ഫോം ആൻഡ് ഓക്സി ഫോം ഉണ്ട്. ഡിയോക്സി ഹീമോഗ്ലോബിൻ ഉണ്ട്, ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ട്. ഓക്കെ, ഡിയോക്സി ഫോം ആൻഡ് ഓക്സി ഫോം. ഡിയോക്സി ഫോം എന്ന് പറയുമ്പോൾ അതിനകത്ത് അയൺ Fe2 സ്റ്റേജിൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ, പിന്നെ 4th കോർഡിനേഷൻ ഓഫ് ഫ്രം പോർഫൈറിൻ, 5th ഫ്രം ഹിസ്റ്റഡിൻ. അപ്പോൾ ഓക്സി ഹീമോഗ്ലോബിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം പോർഫൈറിൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വരക്കുവാണ്. 4 നൈട്രജൻ. ഓക്കെ, ഏതാണ് ഈ നൈട്രജൻ? നമ്മുടെ 5 മെമ്പേർഡ് റിംഗ് ഇല്ലേ പോർഫൈറിൻ്റെ, ആ റിംഗ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിന് നമുക്ക് ജസ്റ്റ് ഞാൻ ഇങ്ങനെ മാത്രം വരക്കുവാണ്. പോർഫൈറിനെ ഞാൻ ഇങ്ങനെ മാത്രം റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് അയൺ പോർഫൈറിൻ റിംഗുമായിട്ട് കണക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കണം. ഇതിനാണ് ഹീം ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അയൺ 4 നൈട്രജൻ എന്ന് പറയുന്നത് നമ്മുടെ ഹീം ഗ്രൂപ്പിൻ്റെ നൈട്രജൻ മീൻസ് പോർഫൈറിൻ റിംഗിൻ്റെ നൈട്രജൻ ആണ്. നെക്സ്റ്റ് ഇത് കണക്റ്റഡ് ആണ്, ഇത് ഹീം ഗ്രൂപ്പ് ആണ്. അപ്പോൾ അതിൽ 4th 5th ഇപ്പോൾ 1 2 3 4. ഓക്കെ, ഇപ്പോൾ 4 കോർഡിനേഷൻ എന്താണ്? 1 2 3 4. അയണിന്റെ 4 കോർഡിനേഷനും എന്താണ്? 4 കോർഡിനേഷനും പോർഫൈറിൻ റിംഗ് ആണ്. അപ്പൊ 4 കോർഡിനേഷൻ എന്ന് പറയുന്നത് പോർഫൈറിൻ റിംഗ് തന്നെയാണ്. 5ാമത്തെ കോർഡിനേഷൻ എന്ന് പറയുന്നത് നൈട്രജൻ ഫ്രം ഹിസ്റ്റഡിൻ അമിനോ ആസിഡുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. 6ാമത്തെ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഓക്സിജനുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ഓക്സി ഫോം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഒരു ഹീം പ്രോട്ടീൻ ആണ്. അതായത് പോർഫൈറിൻ റിംഗും അയണും കണക്ട് ചെയ്തിട്ടുണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ 4 കോർഡിനേഷൻസ് ആയിട്ട് നമ്മുടെ പോർഫൈറിൻ റിംഗിൻ്റെ നൈട്രജനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടാവും, പോർഫൈറിൻ റിംഗുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് 5th കോർഡിനേഷൻ എന്ന് പറയുന്നത് നൈട്രജൻ ഫ്രം ഹിസ്റ്റഡിൻ, അതായത് ഒരു അമിനോ ആസിഡിൻ്റെ നൈട്രജനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ 6th കോർഡിനേഷൻ സൈറ്റ് ഓക്സിജൻ ഡയോക്സിജൻ O2വുമായിട്ട് കണക്റ്റഡ് ആണെങ്കിലാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുക? ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് വിളിക്കുക. ഇതാണ് നമ്മുടെ ഓക്സിജന്റെ എന്താണ് ഓക്സിജന്റെ മായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഡിയോക്സിയും ഓക്സിയും ഞാൻ ഒരുമിച്ചാണ് പറയുന്നത് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. പക്ഷേ ഡിയോക്സി ഫോമിലാണെങ്കിൽ ഈ സൈറ്റ് എന്താണ്? വാക്കൻ്റ് ആയിരിക്കും. ഇത് വാക്കൻ്റ് സൈറ്റ് ആയിരിക്കും, ഇവിടെ വാക്കൻ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഇപ്പോൾ ഡിയോക്സി സൈറ്റിലും ഓക്സി സൈറ്റിലും Fe2 സ്റ്റേറ്റിൽ തന്നെയാണ്. 4 കോർഡിനേഷൻ എന്ന് പറയുന്നത് പോർഫൈറിൻ റിംഗ് തന്നെയാണ്. 5th കോർഡിനേഷൻ അമിനോ ആസിഡ് തന്നെയാണ്. 6th കോർഡിനേഷനിലാണ് ഓക്സിയും ഡിയോക്സിയും തമ്മിൽ വ്യത്യാസമുള്ളത്. ഡിയോക്സി ആണെങ്കിൽ ഇവിടെ ഓക്സിജൻ ഉണ്ടാവില്ല, വാക്കൻ്റ് ആയിരിക്കും. ഓക്സി ഹീമോഗ്ലോബിൻ ആണെങ്കിൽ ഇവിടെ ഓക്സിജൻ ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് അതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ഓക്സി ഹീമോഗ്ലോബിൻ ഡിയോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതിനകത്ത്. നെക്സ്റ്റ് മയോഗ്ലോബിൻ എന്താണെന്ന് പറയാം. മയോഗ്ലോബിന്റെ സ്ട്രക്ചർ നമുക്ക് അങ്ങനെ വരക്കാൻ പറ്റില്ല. അപ്പം മയോഗ്ലോബിന്റെ
കാര്യങ്ങൾ ജസ്റ്റ് പറയാം. ഒരു ഹീം യൂണിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ മയോഗ്ലോബിൻ, ഒരൊറ്റൊരു ഹീം യൂണിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്സിജൻ സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മസിൽസിലൊക്കെയാണ് ഈ മയോഗ്ലോബിൻ മെയിനായിട്ട് കാണും ഓക്സിജൻ സ്റ്റോറേജിന് വേണ്ടിയിട്ട്. ഓക്കെ, മയോഗ്ലോബിനെ കുറിച്ച് നമുക്ക് അത്രേ പറയാനുള്ളൂ. നെക്സ്റ്റ് ഹീം എറിത്രി. ഇതിൻ്റെയൊക്കെ ജസ്റ്റ് ഒരു സ്ട്രക്ചർ എത്രയും പഠിക്കാൻ. ഇപ്പോൾ ഹീമോഗ്ലോബിൻ്റെ ഈ ഒരു സ്ട്രക്ചർ 6th കോർഡിനേഷനിൽ എന്താണ്, 5th കോർഡിനേഷനിൽ എന്താണ്, ഇതൊക്കെയാണ് നോക്കാനുള്ളത്. നോൺ ഹീം പ്രോട്ടീൻസ്, ഇപ്പോൾ ഹീം പ്രോട്ടീൻസിൽ ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും ആണ് നമ്മൾ പറഞ്ഞത്. മയോഗ്ലോബിൻ ജസ്റ്റ് അത്രേ പറയാനുള്ളൂ, കാരണം അതിൽ സ്റ്റോറേജിന് ഓക്സിജൻ സ്റ്റോറേജിന് യൂസ് ചെയ്യുന്നതാണ്, മസിൽസിലൊക്കെ കാണുന്നതാണ്, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നോൺ ഹീം പ്രോട്ടീനിൽ ഹീം എറിത്രി. ഹീം എറിത്രിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഹീം ഡയോക്സിജൻ ബൈൻഡിങ് പിഗ്മെന്റ് ആണ്, ഓക്സിജൻ ബൈൻഡിങ് പിഗ്മെന്റ് ആണ് ഈ ഹീം എറിത്രിൻ. നോൺ ഹീം ആണ്. സാധാരണ മറൈൻ ഇൻവേർട്ടിബ്രേറ്റ്സിലാണ് കാണാം. സാധാരണ നമ്മൾ ഹീമോഗ്ലോബിൻ എന്തിനാ പറഞ്ഞത്, ഹീമോഗ്ലോബിൻ മാമൽസിലെ കാണുക അല്ലേ. ഇത് മറൈൻ ഇൻവേർട്ടിബ്രേറ്റ്സിലാണ് കാണുക. എന്ത് ഹീം എറിത്രിൻ. അതിന്റെ സ്ട്രക്ചർ ഞാൻ വരക്കാം. ഇപ്പോൾ ഹീം എറിത്രിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ 2 അയൺ ഉണ്ടാവും. ഒരിക്കലും എന്തല്ല ഹീം യൂണിറ്റ് ഇല്ല ഇതിനകത്ത്, അതായത് പോഫൈൽ റിംഗ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ നോൺ ഹീം പ്രോട്ടീൻ എന്ന് വിളിക്കുന്നത്. സോ അയൺ 4, ഇവിടെ 3 നൈട്രജൻ ഫ്രം ഹിസ്റ്റഡി, അതായത് 3 അമിനോ ആസിഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. നൈട്രജൻ ഫ്രം ഹിസ്റ്റഡി. ഓക്കെ, ഇവിടെ 2 നൈട്രജൻ ഫ്രം ഹിസ്റ്റഡിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ടോട്ടൽ 5 കണക്ഷൻസ് ആയില്ലേ. നെക്സ്റ്റ് 2ഉം Fe2 സ്റ്റേറ്റ് തന്നെയാണുള്ളത്. ഇതും Fe2, ഇതും Fe2. ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഒരു OH ലിങ്കേജ് ഉണ്ട്, ഇവിടെ ഒരു OCO ലിങ്കേജ് ഉണ്ട്. ഈ കാർബൺ എന്ന് പറയുന്നത് ഗ്ലൂട്ടാമൈറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഗ്ലൂട്ടാമൈറ്റിന്റെ COO ഗ്രൂപ്പുമായിട്ടാണ് ഇത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് മുകളിലത്തതും OCO ആണ്. ഈ കാർബൺ അസ്പാർട്ടേറ്റുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അസ്പാർട്ടൈമുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇതാണ് എന്ത് ഡിയോക്സി ഫോം എന്ന് പറയുന്നത്. അതായത് മറൈൻ ഇൻവേർട്ടിബ്രേറ്റ്സിൽ കാണപ്പെടുന്ന ഹീം എറിത്രിന്റെ ഡിയോക്സി ഫോം. അതായത് ഓക്സിജൻ ബൈൻഡ് ചെയ്തിട്ടില്ല ഇതിനകത്ത്. 2 അയൺ ഉണ്ട്, രണ്ടും +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ ഇവിടെ 2 N ഹിസ്റ്റഡിൻ, അതായത് അമിനോ ആസിഡിന്റെ നൈട്രജനുമായിട്ട് കണക്റ്റഡ് ആണ്. ഇവിടെ 3 കണക്റ്റഡ് ആണ്. ഇവിടെ OCO ഗ്രൂപ്പും OH ഗ്രൂപ്പും OCO ഗ്രൂപ്പും ഉണ്ട്. ഇവിടുത്തെ കാർബൺ ഗ്ലൂട്ടാമേറ്റുമായിട്ട്, ഇവിടുത്തെ കാർബൺ അസ്പാർട്ടൈമുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. 2ഉം Fe2 സ്റ്റേറ്റിലാണെന്ന് പറയാം. ഇനി ഓക്സി ഫോം ആണെങ്കിൽ ഓക്സിജൻ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ തന്നെ മാറ്റിട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ തന്നെ മാറ്റിട്ട് ഓക്സി ഫോം എഴുതാം. ഇപ്പം ഇത് ഡിയോക്സി ഫോം ആണ്. ഇതിപ്പോൾ ഞാൻ വായിച്ചിട്ട് ഓക്സി ഫോം എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഡിയോക്സി ഫോം കാണണമെങ്കിൽ ബാക്കോട്ടേക്ക് കണ്ടാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ എന്താ ഓക്സി ഫോം ആകുമ്പോൾ ഇവിടെ എന്താ മാറ്റം വരുന്നതെന്ന് വെച്ചാൽ OCO ബോണ്ടൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മാറ്റം വരുന്നത്, ഇവിടെ ഒരു OH ഇല്ലേ, ഈ OHന്റെ ബോണ്ടിങ്ങിലാണ് ഇവിടെ മാറ്റം വരിക. അതായത് അത് ഇങ്ങോട്ട് വരക്കാം നമുക്ക്. ഇപ്പോൾ OH OOF ഇങ്ങനെ ആയിരിക്കും. അതായത് ഓൾറെഡി ഇവിടെ OHന്റെ ഒരു കണക്ഷൻ ആയിരിക്കും. അതിൻ്റെ ഹൈഡ്രജനുമായിട്ട് OO ലിങ്കേജ്, ഡയോക്സിജൻ ലിങ്കേജ് ഉണ്ടാവും. അതും അയണുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ നേരത്തെ OHന്റെ ഇടയിൽ, OHന്റെയും Fന്റെ ഇടയിൽ ഒരു OO ലിങ്കേജ് വരും. സോ ഇതിന്റെ Fe2 എന്നുള്ളത് Fe3 ആയി മാറും. 2 സൈഡിലും Fe3 ഓക്സിഡേഷൻ ആയിട്ട് മാറും. അപ്പോൾ ഡിയോക്സി ഹീം എറിത്രിൻ ആണെങ്കിൽ 2 അയണും Fe2 സ്റ്റേറ്റിലും, ഓക്സി ഹീം എറിത്രിൻ ആണെങ്കിൽ 2 അയണും +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. ഓക്സിജന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ OO ലിങ്കേജ് എന്ത് ചെയ്യും, ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടാവും. OO ലിങ്കേജ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടാവും. എങ്ങനെ, ഈ OHുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഇതിന്റെ പോയിന്റ്സ്, ഡിയോക്സി ഫോം കൺസിസ്റ്റ് ഓഫ് 2 Fe ആറ്റം ഇൻ Fe2 പ്ലസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഡിയോക്സി ഫോമിനകത്ത് 2 Fe2 പ്ലസ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ഓക്കെ, നെക്സ്റ്റ് ഓക്സി ഹീം എറിത്രിന്റെ കേസിൽ 2ഉം Fe3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെന്ന് പറയാം. ഓക്കെ, സോ ഇവിടുത്തെ കോർഡിനേഷൻ നമ്മൾ പെറോക്സൈഡ് ലിങ്കേജ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. പെറോക്സൈഡ് ലിങ്കേജ്, ഈ HOO- നമുക്ക് എന്ത് വിളിക്കാം, സാധാരണ H2O2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ പറയാറുണ്ട്.
അപ്പോൾ HO- പെറോക്സൈഡ് ലിങ്കേജ് ഇവിടെ ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. സോ ഹീമെറിത്രിനിലുള്ള ഓക്സി ഹീമെറിത്രിനിലുള്ള ലിങ്കേജ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ പെറോക്സൈഡ് ലിങ്കേജ് ആണെന്നും കൂടി ഓർത്ത് വെക്കുക. ഓക്കെ, മീൻസ് ഓക്സിജൻ ബൈൻഡ് ചെയ്ത് ഹൈഡ്രജനുമായിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു പെറോക്സൈഡ് ലിങ്കേജ് ആണ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ സ്ട്രക്ചർ ഹീമെറിത്രിന്റെ കേസിൽ സ്ട്രക്ചർ അതിൽ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്, രണ്ടെണ്ണത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്, ഏത് ലിങ്കേജാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വരാറുള്ളത്. നെക്സ്റ്റ് ഹീമോസയാനിൻ എന്ന് പറയുന്നത്, ഹീമോസയാനിനും എന്താണ് ഒരു നോൺ ഹീം പ്രോട്ടീൻ ആണ്. അതായത് നോൺ ഹീം എന്ന് പറയുമ്പോൾ പോർഫൈറിൻ റിങ്ങുമായിട്ട് കണക്റ്റഡ് അല്ല. ഓക്കെ, പോർഫൈറിൻ റിങ്ങുമായിട്ട് കണക്റ്റഡ് അല്ലാത്ത ആണ് ഹീമോസയാനിൻ. ഹീമോസയാനിൻ എന്ന് പറയുന്നത്, ഹീമോസയാനിൻ ഒരു നോൺ ഹീം ബ്ലൂ കോപ്പർ പ്രോട്ടീൻ ആണ്. ബ്ലൂ കോപ്പർ പ്രോട്ടീൻ എന്നാണ് പറയാറുള്ളത്. ഓക്കെ, കോപ്പർ ഉണ്ട് അതിനകത്ത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ബ്ലൂ കോപ്പർ പ്രോട്ടീൻ. കോപ്പറിന്റെ സാൾട്ടിൽ നിന്നൊക്കെ ബ്ലൂ കളറിൽ സാധാരണ ഉണ്ടാവാറ്. അപ്പോൾ ബ്ലൂ കോപ്പർ പ്രോട്ടീൻ എന്നാണ് ഹീമോസയാനിനെ പറയാറുള്ളത്. അതിന്റെ ഓക്സിഡേഷൻ ഓക്സി ഫോമിലും ഡിയോക്സി ഫോമിലും ഉള്ള ഫിഗർ ഉണ്ട്. ഡിയോക്സി ഫോമിലുള്ള ഫിഗർ എന്ന് പറഞ്ഞാൽ ഒരു കോപ്പർ 3 നൈട്രജൻ ഫ്രം ഹിസ്റ്റഡിനുമായിട്ട് കണക്റ്റഡ് ആണ്. നൈട്രജൻ ഫ്രം ഹിസ്റ്റഡിൻ, നൈട്രജൻ ഫ്രം ഹിസ്റ്റഡിൻ, നൈട്രജൻ ഫ്രം ഹിസ്റ്റഡിൻ. ഓക്കെ, നെക്സ്റ്റ് കോപ്പറും 3 നൈട്രജൻ ഫ്രം ഹിസ്റ്റഡിനുമായിട്ട് കണക്റ്റഡ് ആണ്. സോ ഇത് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ രണ്ടും +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണുള്ളത്, 2 കോപ്പർ. ഇപ്പോൾ ഡിയോക്സി സ്റ്റേറ്റിൽ നമുക്ക് പറയാനുള്ളത് 3 നൈട്രജൻ ഫ്രം ഹിസ്റ്റഡിൻ, അതായത് അമിനോ ആസിഡുമായിട്ട് കണക്റ്റഡ് ആണ്. 2 കോപ്പറും +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ഇനി ഓക്സി ഫോമിലാണെങ്കിൽ ഇവിടെ വരുന്ന മാറ്റം പറയാം. ഇവിടെ ഒരു ഓക്സിജൻ ലിങ്കേജ് ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ഓക്കെ, അതായത് ഈ കോപ്പറുമായിട്ടും 2 ഓക്സിജനുമായിട്ടും കണക്റ്റഡ് ആണ്. സോ ഇത് രണ്ടും എന്തായി മാറും, +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായി മാറും കോപ്പർ. ഇത് ഓക്സി ഫോം ആണ്. സോ O2 ആസ് പെറോക്സൈഡ് ആസ് ബ്രിഡ്ജിങ് ബിറ്റ്വീൻ കോപ്പർ ആറ്റം. ഇവിടെ എന്താണ് പെറോക്സൈഡ് ലിങ്കേജ് ആണ്. O ലിങ്കേജ് എന്ന് പറയുന്നത് പെറോക്സൈഡ് ലിങ്കേജ് തന്നെയാണ്. ഓക്കെ, ഈ ലിങ്കേജിനെ നമ്മൾ പെറോക്സൈഡ് ലിങ്കേജ് എന്നാണ് പറയാറുള്ളത്. കാരണം H2O2. സോ നമുക്ക് എന്ത് പറയാം, O2 പെറോക്സൈഡ് ലിങ്കേജ് ആണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഉള്ളത് O2 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിന് പെറോക്സൈഡ് ലിങ്കേജ് ആണ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഉള്ളത് പെറോക്സൈഡ് ലിങ്കേജ് ആണ്. 2 കോപ്പറും +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഉള്ളത് ഓക്സി ഫോമിൽ. ഡിയോക്സി ഫോമിൽ 2ഉം +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹീമോസയാനിന്റെ കേസിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഹീമോസയാനിന്റെ കേസിലുള്ളത്. ഇപ്പോൾ നമ്മുടെ സിലബസിൽ ഇത്രയും കാര്യങ്ങളുള്ളത്. പിന്നെ കാർബോണിക് ആൻഹൈഡ്രേറ്റ് എന്താണ്, ട്രേസ് എലമെന്റ്സ്, ഇത്രയും മാത്രമേ ഉള്ളൂ സിലബസിനകത്ത്. നെക്സ്റ്റ് സിങ്ക് കണ്ടെയ്നിങ് എൻസൈംസ് ആണ് പറയാൻ പോകുന്നത്. ഒന്ന് കാർബോക്സി പെപ്റ്റിഡൈസ്, നെക്സ്റ്റ് കാർബോണിക് ആൻഹൈഡ്രേറ്റ്. ഓക്കെ, കാർബോക്സി പെപ്റ്റിഡൈസ്, കാർബോണിക് ആൻഹൈഡ്രേറ്റ്സ്, കാർബോണിക് ആൻഹൈഡ്രേറ്റ്സ്. സോ കാർബോക്സി പെപ്റ്റിഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് കണ്ടെയ്നിങ് എൻസൈം ആണ്. സിങ്ക് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. ഈ എൻസൈമിന്റെ സ്ട്രക്ചർ ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ ആണ്. അതായത് സിങ്ക് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഉണ്ടാവും. അതിന്റെ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് നൈട്രജൻ ഫ്രം ഹിസ്റ്റഡിൻ, അതായത് ഒരു അമിനോ ആസിഡിന്റെ നൈട്രജനുമായിട്ട് കണക്റ്റഡ് ആണ്. നെക്സ്റ്റ് നൈട്രജൻ ഫ്രം ഹിസ്റ്റഡിൻ, നെക്സ്റ്റും ഹിസ്റ്റഡിൻ ഉള്ള നൈട്രജനുമായിട്ട് കണക്റ്റഡ് ആണ്. നെക്സ്റ്റ് ഓക്സിജൻ ഫ്രം ഗ്ലൂട്ടാമിൻ, ഗ്ലൂട്ടാമിനുള്ള ഓക്സിജനുമായിട്ട് കണക്റ്റഡ് ആണ്. നെക്സ്റ്റ് വാട്ടർ OH2. ഓക്കെ, ഇത്രയാണുള്ളത് കാർബോക്സി പെപ്റ്റിഡൈസ് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യുന്നത്, ഹൈഡ്രോലൈസിസ് C ടെർമിനൽ ഓഫ് പെപ്റ്റൈഡ്, ഹൈഡ്രോലൈസിസ് C ടെർമിനൽ ഓഫ് പെപ്റ്റൈഡ്. അതായത് പെപ്റ്റൈഡിന്റെ C ടെർമിനൽ, കാർബണുള്ള ടെർമിനൽ ഉണ്ടല്ലോ, C ടെർമിനൽ, അതായത് ഒരു ടെർമിനൽ പൊസിഷനിൽ കാർബണുള്ള ആ ടെർമിനലിൽ നമ്മൾ ഹൈഡ്രോലൈസ് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, കാർബോക്സി പെപ്റ്റിഡൈസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെപ്റ്റൈഡ് ലിങ്കേജിലുള്ള C ടെർമിനലിനെ ഹൈഡ്രോലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാർബോക്സി പെപ്റ്റിഡൈസ് യൂസ് ചെയ്യുന്നത്. സിങ്ക് കണ്ടെയ്നിങ് എൻസൈം ആണ്. സിങ്ക് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ ആണ് വരിക. സിങ്ക് എന്താണ്, +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഉള്ളത്. നെക്സ്റ്റ് കാർബോണിക് ആൻഹൈഡ്രേറ്റ്സ്. കാർബോണിക് ആൻഹൈഡ്രേറ്റ്സിലും സിങ്ക് എന്താണ്, +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഉള്ളത്. ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ ആണ്. സ്ട്രക്ചറൊക്കെ സെയിം തന്നെയാണ്. N-ഹിസ്റ്റഡിൻ. ഇവിടെ മാത്രം ഒരു മാറ്റമുണ്ട്, ഇവിടെയും N-ഹിസ്റ്റഡിൻ തന്നെയാണ്. ഓക്കെ, അതായത് ഇവിടെ ഓക്സിജൻ ഫ്രം ഗ്ലൂട്ടാമിൻ ആയിരുന്നു. ഇവിടെ 3 എന്താണ്
നൈട്രജൻ ഫ്രം ഹിസ്റ്റഡീൻ തന്നെയാണ്. ഇതെന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡിനെ ബൈകാർബണേറ്റ് അയോണായിട്ട് മാറ്റുന്നു ഇൻ ബ്ലഡിലുള്ള. അതായത് ഇപ്പം കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടിയിട്ട് HCO3 മൈനസ് പ്ലസ് H+ ആയിട്ട് മാറുന്നു. ഓക്കെ, കാർബോണിക് ആൻഹൈഡ്രേസ് എന്ത് ചെയ്യുന്നു? ഇതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ്. അപ്പോൾ ഇതിനെ കാറ്റലൈസ് ചെയ്യപ്പെടും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടിയിട്ട് ബൈകാർബണേറ്റ് HCO3 ആണ്. HCO3 ബൈകാർബണേറ്റ് അയോണായിട്ട് മാറും. HCO3 മൈനസ് ആണ്. അപ്പോൾ നമ്മുടെ എവിടെ ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടോ അതിനെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് HCO3 മൈനസ് അല്ലെങ്കിൽ കാർബോണിക് ആസിഡ് എന്നൊക്കെ പറയാം. നമുക്ക് കാർബോണിക് ആസിഡ് ആക്കി മാറ്റും. ഓക്കെ, കാർബോണിക് ആസിഡ് ആക്കി മാറ്റും. സോ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്? കാർബോണിക് ആൻഹൈഡ്രേസിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടിയിട്ട് HCO3 മൈനസ് അയോൺ ആക്കി മാറ്റും, അല്ലെങ്കിൽ ബൈകാർബണേറ്റ് അയോൺ, അല്ലെങ്കിൽ എന്ത് വിളിക്കാം നമുക്കതിനെ കാർബോണിക് ആസിഡ് ആക്കി മാറ്റുമെന്ന് പറയാം. ഓക്കെ, കാർബോണിക് ആസിഡ് ആക്കി മാറ്റും. HCO3 മൈനസ് കാർബോണിക് ആസിഡ് ആക്കിയിട്ട് മാറ്റും. സോ ഇതാണ് കാർബോണിക് ആൻഹൈഡ്രേസിൻ്റെ വർക്കിംഗ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ കുറേ എൻസൈംസ് ബയോളജിയിൽ നമ്മുടെ നൈട്രജൻ ഫിക്സേഷൻ ഉണ്ടല്ലോ, നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഒക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ബട്ട് നമ്മുടെ സിലബസിൽ അത്രയും പോകുന്നില്ല. ചെറിയ കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്ര മാത്രമേ സിങ്കിൻ്റെ എൻസൈമിൽ ഈ രണ്ടെണ്ണം മാത്രമേ പറയാനുള്ളൂ. പിന്നെ വേറൊരു എൻസൈംസും സിലബസിൽ എടുത്ത് ചോദിച്ചിട്ടും ഇല്ല. സോ നെക്സ്റ്റ് ബൾക്ക് മെറ്റൽസ് എന്താണ്, ട്രേസ് മെറ്റൽസ് എന്താണെന്ന് ജസ്റ്റ് ഒരു കാര്യം പറയാം. അതായത് ബൾക്ക് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റത്തിൽ ബൾക്ക് ഒരുപാട് എമൗണ്ട് ഉണ്ടാവുന്ന സാധാരണ കോമൺ ആയിട്ട് കാണപ്പെടുന്ന എലമെൻറ്റ്സ്. അതാണ് ഇപ്പോൾ സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം, മെഗ്നീഷ്യം ഒക്കെ. അപ്പോൾ നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ തന്നെയാണെങ്കിലും ഇപ്പോൾ സോഡിയം, പൊട്ടാസ്യത്തിൻ്റെയൊക്കെ എമൗണ്ട് ആണ് കൂടുതലായിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതൊക്കെ ബൾക്ക് മെറ്റൽസ് നമുക്ക് പറയാം. നെക്സ്റ്റ് ട്രേസ് മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കുറച്ച് ട്രേസ് എമൗണ്ട് മാത്രം ഉണ്ടാവും. നമ്മളെ ബയോളജിക്കൽ സിസ്റ്റത്തിനകത്ത് ട്രേസ് എമൗണ്ട്, സ്മോൾ എമൗണ്ട് മാത്രം ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ കൊബാൾട്ട്, ക്രോമിയം, മോളിബ്ഡിനം, ടങ്സ്റ്റൺ, അയൺ എന്നൊക്കെ പറയുന്നത് ചെറിയ എമൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ മെയിനായിട്ട് നമ്മുടെ ബോൺസിലൊക്കെ കാൽഷ്യം കൂടുതലായിട്ട് ഉണ്ടാവും അല്ലേ, ടീത്തിലും കാൽഷ്യം ഉണ്ടാവും. പിന്നെ അതുപോലെ സോഡിയം, പൊട്ടാസ്യം ഒക്കെ നമ്മുടെ അയോൺ ട്രാൻസ്പോർട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ മെയിനായിട്ട് ഒരുപാട് എമൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ബൾക്ക് മെറ്റൽ എന്ന് വിളിക്കുന്നത്. ബാക്കിയൊക്കെ ട്രേസ് മെറ്റൽസ് ആണ്. അതായത് ചെറിയ എമൗണ്ട് മാത്രമേ ബയോളജിക്കൽ സിസ്റ്റത്തിനകത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ പ്രോട്ടീൻസ് സിലബസിൽ ഇല്ലാത്തതാണ്. ജസ്റ്റ് കൂട്ടത്തിൽ ചെറിയ എക്സാമ്പിളായിട്ട് 3 കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് നിർത്താം. ഓക്കെ, ഇലക്ട്രോൺ ട്രാൻസ്ഫർ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഓക്സിജൻ ട്രാൻസ്പോർട്ടിന് വേണ്ടി ഹീമോഗ്ലോബിൻ യൂസ് ചെയ്തതുപോലെയാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 1Fe ഫെറഡോക്സിൻ, 2Fe ഫെറഡോക്സിൻ, 4Fe ഫെറഡോക്സിൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, 1Fe ഫെറഡോക്സിൻ, 2Fe ഫെറഡോക്സിൻ ആൻഡ് 4Fe ഫെറഡോക്സിൻ. അതിൽ 1Fe ഫെറഡോക്സിൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫർ പ്രോട്ടീൻസ് ആണ്. ഇപ്പോൾ ബയോളജിക്കൽ സിസ്റ്റത്തിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺ ട്രാൻസ്ഫർ പ്രോട്ടീൻസ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ 1Fe പ്രോട്ടീൻസ്, 1Fe ഫെറഡോക്സിൻ ഇലക്ട്രോൺ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യുന്ന അതിനെ നമ്മൾ റുബ്രഡോക്സിൻ എന്നും കൂടി വിളിക്കും. അപ്പോൾ മിക്കവാറും ചിലപ്പോൾ 1Fe ഫെറഡോക്സിൻ എന്ന് കാണും, അല്ലെങ്കിൽ റുബ്രഡോക്സിൻ എന്ന് കാണും. ഇതെന്താണ്? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്രോട്ടീനാണ്, ഇലക്ട്രോൺ ട്രാൻസ്ഫർ പ്രോട്ടീനാണ്. സിമ്പിൾ ബാക്ടീരിയൽ ഫെറഡോക്സിൻ. ഓക്കെ, സാധാരണ ബാക്ടീരിയൽ ഫെറഡോക്സിൻ എന്നാ പറയാം, കാരണം ബാക്ടീരിയസിലൊക്കെ കാണപ്പെടുന്നതാണ് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഫെറഡോക്സിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതിന്റെ സ്ട്രക്ചർ നോക്കുക. അയേൺ 4 സൾഫറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ടെട്രാഹൈഡ്രൽ ലിങ്കേജ് ആണ്. 4 സൾഫറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഈ 4 സൾഫർ ഏതിൽ നിന്ന് വരുന്നതാണ്? സിസ്റ്റീൻ, അമിനോ ആസിഡിന്റെ സിസ്റ്റീനിൽ നിന്ന് വരുന്നതാണ് ഈ 4 സൾഫറും. ഈ 4 സൾഫറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് എന്ത്? 1Fe ഫെറഡോക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ ആണ് വരിക. ഓക്കെ, സോ 1Fe ഫെറഡോക്സിൻ, അതിനെ റുബ്രഡോക്സിൻ എന്നും കൂടി വിളിക്കും. സിമ്പിൾ ബാക്ടീരിയൽ ഫെറഡോക്സിൻ ആണ്. സ്ട്രക്ചർ ഇങ്ങനെയാണ് വരിക. നെക്സ്റ്റ് 2Fe ഫെറഡോക്സിൻ. 2Fe ഫെറഡോക്സിൻ എന്ന് പറയുമ്പോൾ 2 അയൺ ഉണ്ടാവും. 2 അയൺ ഉള്ള ഫെറഡോക്സിൻ ആണ്. ഇവിടെ 2 സൾഫർ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രിഡ്ജ് ഫോം ചെയ്തിട്ടുണ്ട്. ബാക്കി 2 സൾഫർ, ഒരു അയണിന്റെ ബാക്കി 2 സൾഫർ സിസ്റ്റീനുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പുറത്തെ അയണിന്റെ 2 സൾഫറും സിസ്റ്റീനുമായിട്ട് കണക്റ്റഡ് ആണ്, അതായത് അമിനോ ആസിഡുമായിട്ട് കണക്റ്റഡ് ആണ്. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയോക്സി ഫോമിൽ ഒരെണ്ണം +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലും മറ്റേത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലും ഉണ്ടാവുക. ഓക്സി ഫോമിൽ 2ഉം +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ട് മാറും. അതൊന്ന് ഓർമ്മിച്ച് നോക്കുക. അതായത് 2Fe ഫെറഡോക്സിന്റെ കേസിൽ
ഒരു അയൺ ഡിയോക്സി സ്റ്റേറ്റിലാണെങ്കിൽ ഒരു അയൺ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലും മറ്റേ അയൺ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലും ഉണ്ടാവുക. ഓക്സി ഫോമിൽ രണ്ടും +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഇതിനകത്ത് ബ്രിഡ്ജസ് ഉണ്ട്, അതുപോലെ ലിങ്ക് ചെയ്തിരിക്കുന്ന സൾഫറും ഉണ്ട്. ഇനി 4Fe ഫെറഡോക്സി. 4Fe ഫെറഡോക്സി എന്ന് പറയുമ്പോൾ ഇതും ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ പ്രോട്ടീൻ ആണ്. ഇത് നമ്മളെ ക്യൂബിക് സ്ട്രക്ചർ പോലെ ഉണ്ടാവും. അതായത് ആൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൾട്ടർനേറ്റ് കോർണേഴ്സിൽ അയൺ സൾഫർ അയൺ സൾഫർ അയൺ സൾഫർ അങ്ങനെ ഒരു ക്യൂബിക് സ്ട്രക്ചർ വരക്കാം. അതിൽ അയണൊക്കെ എന്തായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, സൾഫർ ഫ്രം സിസ്റ്റീനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ് വരിക. പിന്നെ ഇതിന്റെ കേസിൽ പറയാനുള്ള കാര്യം 4 ലബൈൽ സൾഫറും 4 നോൺ ലബൈൽ ആയിട്ട് സൾഫറും ഉണ്ട് അല്ലേ. 4 ലബൈലായിട്ട് കിടക്കും, 4 നോൺ ലബൈലായിട്ട് കിടക്കും. മൂവ് ചെയ്യാൻ പറ്റാതെ അമിനോസിലായിട്ട് കണക്ട് ചെയ്തിട്ട് കിടക്കും. അപ്പോൾ 4 ലബൈലായിട്ട് 4 നോൺ ലബൈലായിട്ടുള്ള സൾഫറാണ് ഇതിനകത്ത് ഉണ്ടാവുക. ഇത് ജസ്റ്റ് സിലബസിനകത്ത് പറയാത്ത കാര്യമാണ്. ജസ്റ്റ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ പ്രോട്ടീൻ എങ്ങാനും ക്വസ്റ്റ്യൻസ് സിലബസിന് പുറത്ത് വരുവാണെങ്കിൽ 1Fe ഫെറഡോക്സിൻ 2Fe ഫെറഡോക്സിൻ ആൻഡ് 4Fe ഫെറഡോക്സിൻ എന്ന് പഠിച്ചു നോക്കുക, അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ പ്രോട്ടീൻസിൻ്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ബയോ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഓൾമോസ്റ്റ് ആ സിലബസ് വളരെ ചെറിയ സിലബസ് ആണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിനകത്ത്. ഇനിയിപ്പോൾ നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 2-3 തിയറി ക്ലാസ് കൂടി കഴിഞ്ഞിട്ട് ബയോ ഓർഗാനിക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇനി സ്പെക്ട്രോസ്കോപ്പി എടുക്കുകയാണെങ്കിലും അതൊക്കെ കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു വീഡിയോ ഒന്നിച്ച് 2-3 ടോപ്പിക്കിൽ ഒരുമിച്ചായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ ക്ലാസ് കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ബുദ്ധിമുട്ട് ഒഴിവാക്കിയിട്ട് 2-3 ടോപ്പിക് ഒന്നിച്ചെടുത്തിട്ട് ഇപ്പോൾ അനലിറ്റിക്കൽ ഇൻസ്ട്രുമെൻ്റൽ അതുപോലെ അതിൻ്റെയൊക്കെ ഒന്നിച്ചൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെഷൻ ചെയ്യാം. അപ്പോൾ അതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ബയോ ഓർഗാനിക് നീ പറഞ്ഞതിനേക്കാളും കൂടുതലായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അതുകൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.